വെൽക്കം ടു അവർ ചാനൽ കണക്കമ്മ 2021. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ച ഫോർമുല വെച്ചിട്ട് ഉള്ള പ്രോബ്ലം സൊല്യൂഷൻ ആണ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാം, കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് പലിശ അടക്കം മുതൽ A = ഒരു ഫോർമുല നമ്മൾ പഠിച്ചു. A = P into 1 plus R/100 the whole raised to n. ഇതിൽ P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, n ടേം ആണ്. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം, എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോ first question, what will be the compound interest to be paid after 3 years at 8% interest on half yearly basis for a sum of rupees 2700? അതായത് 2700 രൂപ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കണക്കാക്കുന്ന ബാങ്കിൽ നിന്നും 3 വർഷത്തേക്ക് 8% പലിശ നിരക്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പലിശ ഇനത്തിൽ എത്ര രൂപ 3 വർഷത്തിന് ശേഷം അടയ്ക്കണം എന്നാണ് ചോദ്യം. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പലിശ അടക്കം മുതലിനുള്ള ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. A = P into 1 plus R/100 the whole raised to n. ഇത് ഫോർമുലയാണ്. നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ആദ്യം നമുക്ക് എടുത്തെഴുതാം. ഇവിടെ A നമുക്ക് അറിയില്ല. P = 2700 rupees. Okay. അടുത്തത് R = rate of interest 8%. N = 3 years. അപ്പൊ നമ്മള് ഹാഫ് ഇയർലി കണക്കാക്കുന്നതിന് നമ്മൾ ഈ ഫോർമുലയെ ഒന്ന് മോഡിഫൈ ചെയ്ത് പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഹാഫ് ഇയർലി എന്ന് പറയുമ്പോ 6 months കൂടുമ്പോ അവര് ഈ ഇത് എന്താണ് ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്നിന് പകരം 2n വരുമെന്നാണ് നമ്മൾ ഫോർമുലയിൽ പഠിച്ചത്. അപ്പൊ ഇനി ഈ കാര്യങ്ങളെല്ലാം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ A = P 2700 into 1 plus 8/100 the whole raised to 2 into 3, that is 6. കണ്ടോ, which is equal to 2700 into 1 plus 8/100 എന്ന് പറയുമ്പോൾ 100 ഇതിന്റെ LCM ആണ്. 1 into 100 is 100 plus 8 is 108/100 the whole raised to 6. 108/100 എന്ന് പറഞ്ഞാൽ 1.08 എന്നാണ്. അപ്പൊ 2700 into 1.08 the whole raised to 6. നമുക്ക് ലോഗരിതം ടേബിൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈസി. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതിന്റെ ആൻസർ മാത്രം എഴുതുക. ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. 3420 എന്ന് കിട്ടും. ഇത് പലിശ അടക്കം മുതലാണ്. നമുക്ക് വേണ്ടത് പലിശ മാത്രമാണ്. അപ്പോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് = പലിശ അടക്കം തുകയാണ് 3420. അതിലെ മുതലാണ് 2700. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പലിശ മാത്രം എത്രയാണ് കിട്ടും? 720 rupees. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോ വളരെ ഈസിയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പലിശ അടക്കം മുതലിനുള്ള ഫോർമുലയാണ് എഴുതിയത്. ഹാഫ് ഇയർലി ആയതുകൊണ്ട് എന്നിന് പകരം ഇവിടെ 2n. ബാക്കി നമുക്ക് തന്നിരിക്കുന്ന ടേംസ് P അറിയാം, R അറിയാം, N അറിയാം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് ചെയ്താൽ മതി. അപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ലോഗരിതം ടേബിൾ വെച്ചിട്ട് ഈ കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ വേറൊരു വീഡിയോ ലോഗരിതം ടേബിൾ വെച്ച് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നുള്ള മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രത്യേകം ഒരു വീഡിയോ ഇടാം. അങ്ങനെ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇൻറ്റു ചെയ്യാനുള്ളത് വേറെ ഏത് മെത്തേഡിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. പക്ഷെ 108ന്റെ raised to 6 ഒക്കെ ചെയ്യണമെങ്കിൽ കുറെ ഇൻറ്റു ചെയ്ത് സമയം പോകും.
അതുകൊണ്ടാണ് ലോഗരിതം ടേബിൾ വെച്ച് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് what will be the principal amount if the compound interest in received rupees 496.50 and 10% interest for 3 years. എന്താണ് ഒരു 3 വർഷത്തേക്ക് എത്രയോ സം, അത് എത്രയാണെന്ന് അറിയില്ല, ആ തുകയ്ക്ക് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് 496 രൂപ 50 പൈസ. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇവിടെ ഡയറക്റ്റ് തന്നിരിക്കുകയാണ് 496.50 റുപ്പീസ്. അടുത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. എൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P into square bracket 1 plus പിന്നെ ഒരു സ്മോൾ ബ്രാക്കറ്റ് 1 plus R by 100 the whole raised to n minus 1 ആണ്. അതായത് P ഈ സമ്മിന്ന് കുറയ്ക്കുന്ന Pയുടെ ആണ് ഈ മൈനസ്. ഓക്കെ, അപ്പോ അതിൽ നമുക്ക് P എത്രയാണെന്ന് അറിയില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറിയാം 496.50. P അറിയില്ല. സ്ക്വയർ ബ്രാക്കറ്റ് 1 plus 10 by 100 the whole raised to 3 years. അപ്പൊ അവിടെ 3 minus 1. ഓക്കെ, അപ്പോ 496.50 is equal to P into ഈ 1 plus 10 by 100 എന്ന് പറഞ്ഞാൽ 100 plus 10 110 divided by 100 the whole cube minus 1. ഈ 10 ഇത് പോയി അല്ലേ? അപ്പോ എത്ര? 1.1 the whole cube minus 1 എന്ന് കിട്ടും. 1.1 the whole cube എന്ന് പറയുന്നത് 1.331 ആണ് മൈനസ് 1. 1.331 ൽ 1.1 മൈനസ് ചെയ്താൽ നമുക്കറിയാം P into 0.331 കിട്ടും. ഇത് is equal to 496.50. So നമുക്ക് ഇതിൽ നിന്ന് P is equal to 331. P is equal to 496 divided 0.5 divided by 0.331. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 1500 എന്നാണ്. അപ്പോ ഇതും ലോഗരിതം ടേബിൾ വെച്ച് ചെയ്യുന്നതാണ് ഈസി. 1500 റുപ്പീസ് എന്ന് കിട്ടി. അപ്പൊ ഇതാണ്, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം തന്നിരിക്കുന്നു. പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാം, നമ്പർ ഓഫ് ഇയേഴ്സ് ടേം അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ P ആണ് അൺനോൺ ഫാക്ടർ. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച ഫോർമുല ഇതാണ്. പിന്നെ ഹാഫ് ഇയർലി എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഈസ് ഇയർലി ബേസിസ്. അപ്പൊ N തന്നെയാണ് അവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ N 3 ഇയേഴ്സ് ആണ്. സോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 110 by 100 ഒരു 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 11 cube by 10 cube എന്ന് കിട്ടും. 11 by 10 is 1.1. 1.1ന്റെ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 1331 ആണ്. അപ്പൊ ഇത് പോയിന്റ് കഴിഞ്ഞ് 1 ഉണ്ട്. അപ്പൊ 3 സ്ഥാനം വലത്തുനിന്ന് മാറ്റി കുത്തിട്ടപ്പോ 1.331. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് P into 0.331. ഇതൊക്കെ ബേസിക് കാൽക്കുലേഷൻ ആണ്. സോ P is equal to this divided by 0.331. അത് ചെയ്യുമ്പോൾ നമുക്ക് 1500 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ. In how many years rupees 2560 became rupees 2280 if the compound interest rate is 6 and 1/4% എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എത്ര നാള് കൊണ്ട് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര നാള് കൊണ്ട് 2560 രൂപ 2890 രൂപയായി മാറും if the rate of interest is 6 and 1/4% എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എഴുതാം. നമുക്കറിയാം P is equal to 2560. എമൗണ്ട് ആണ് ഈ പലിശ അടക്കം മുതലാണ് 2890 രൂപ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6
4% എന്ന് പറഞ്ഞാൽ 26 4s are 24 plus 1 25 by divided by 4% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് മിക്സഡ് ഫ്രാക്ഷനെ ഞാൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് A is equal to P into 1 plus R by 100 the whole raised to n എന്നുള്ള ഫോർമുലയില് A അറിയാം, P അറിയാം, R അറിയാം, ഒരു അൺനോൺ ഫാക്ടറേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. 2890 is equal to 2560 into 1 plus 25 by 4 divided by 100 whole raised to n ആണ് നമുക്ക് അറിയാത്ത ഫാക്ടർ. ഈ പോർഷൻ മാത്രം എടുത്താൽ നമുക്ക് എങ്ങനെ കാൽക്കുലേഷൻ വരും? 5 by 4 divided by 100. അപ്പൊ ഇത് എങ്ങനെ വരും? 1 plus 25 by 400 എന്ന് വരും. ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ 25 ഉണ്ട്, 16 കിട്ടും. 1 plus 1 by 16 എന്നാണ് ഇത്രയും പോർഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോ 2890 ഡിവൈഡഡ് ബൈ ഇതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 2560 is equal to 1 plus 1 by 16 the whole raised to n. ഇപ്പൊ നമുക്ക് 1 plus 1 by 16 17 by 16 എന്ന് എഴുതാം. ഈ ഒരെണ്ണം ക്യാൻസൽ ചെയ്തു. ഈ 289 എന്ന് പറയുന്നത് 17 by 16 സ്ക്വയർ എന്ന് എഴുതാം. കാരണം 289 is the square of 17 and 256 is the square of 16. അപ്പോ 17 by 16 the whole square എന്ന് എഴുതി. ഇവിടെ 1 plus 1 by 16 is 17 by 16 the whole raised to n. കണ്ടോ? ഇപ്പൊ രണ്ട് സൈഡ് നമ്മൾ ഒരേ ഫ്രാക്ഷനിൽ എഴുതി. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ n ആണ്. ദാറ്റ് മീൻസ് n is equal to 2. അപ്പൊ ഇവിടെ ടേം എത്രയാണ്? 2 years എന്നാണ് ആൻസർ. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഏതോ തന്നിരിക്കുന്ന എമൗണ്ട് 2560 എത്രയോ കാലം കൊണ്ട് 2890 ആകും. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 and 1/4% തന്നിട്ടുണ്ട്. നമുക്ക് P അറിയാം, A അറിയാം, R അറിയാം, N ആണ് അറിയാത്തത്. അപ്പോൾ ഈ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി കാൽക്കുലേഷൻ പാർട്ടാണ് പഠിക്കേണ്ടത്. അത് ആദ്യം ബ്രാക്കറ്റിനുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 25 by 4 എന്നുള്ളത് 25 by 4 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് 25 by 400 കിട്ടും. അതെങ്ങനെയാ? 25 by 4 divided by 100. This means 25 by 4 into 1 by 100 എന്നാണ്. ശരിയല്ലേ? അപ്പൊ 25 by 400 അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 by 16 കിട്ടും. അപ്പൊ എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. സ്കൂൾ കുട്ടികൾക്കും പിന്നെ PSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കുമാണ് ഈ ക്ലാസ് പ്രയോജനപ്പെടുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഒരിക്കൽ കൂടി